വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മത്സരിക്കുന്നത് മുഖ്യമന്ത്രി മുഖം ഉയർത്തിക്കാണിക്കാതെയായിരിക്കുമെന്ന് റിപ്പോർട്ട്. അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് സംസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുഖമില്ലാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാനത്തെ ഭരണസഖ്യം പദ്ധതിയിടുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന അധ്യക്ഷനുമായ ഏക്നാഥ് ഷിൻഡെയ്ക്ക് തിരിച്ചടിയായി കൂട്ടായ നേതൃത്വ സമീപനത്തിന് പകരം ഒരു മുഖ്യമന്ത്രി മുഖം അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം 17 സീറ്റുകൾ നേടിയിരുന്നു. അതേസമയം പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി 30 സീറ്റുകൾ നേടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി പ്രവർത്തകർ. കഴിഞ്ഞയാഴ്ച നടന്ന MLC തിരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ വിജയമാണ് നേടിയത്. അന്തരിച്ച മുതിർന്ന നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മകൾ പങ്കജ മുണ്ടെ ഉൾപ്പെടെ 5 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി മത്സരിപ്പിച്ചത്. 5 പേരും വിജയിച്ചു. ഷിൻഡെ സേനയും അജിത് പവാറിന്റെ NCPയും 2 പേരെ വീതം നാമനിർദ്ദേശം ചെയ്തു. NCPയും ശിവസേനയും പിളർന്നതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തിരഞ്ഞെടുപ്പിനുണ്ട്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുക. 288 അംഗ നിയമസഭയിലേക്ക് 160 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് മഹായുതിയും പ്രതിപക്ഷ മഹാവികാസ് അഘാഡി സഖ്യവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരിക്കും. ബി.ജെ.പി, ശിവസേന, NCP എന്നീ കക്ഷികളാണ് മഹായുതിയിൽ ഉള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ കുടക്കീഴിലുള്ള മഹാവികാസ് അഘാഡിയിൽ കോൺഗ്രസ്, ശിവസേന, NCP എന്നിവ പ്രധാന ഘടക കക്ഷികളാണ്. NCP മഹായുതി സഖ്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അജിത് പവാറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അറുതി വരുത്തുമെന്നും പാർട്ടിക്കുള്ളിലെ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാറിന്റെ NCPക്ക് ജയിക്കാനായത്. ഇതിനു പിന്നാലെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.